25 വർഷങ്ങൾക്ക് മുമ്പ് ഒരേയൊരു കൂടപ്പിറപ്പായ ചേട്ടന്റെ മരണം. 7 വർഷങ്ങൾക്കിപ്പുറം അച്ഛന്റെയും. അതിനുശേഷം ലാലേട്ടന് അമ്മയായിരുന്നു എല്ലാം. അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ വയ്യായ്ക വന്നാൽ ആ നെഞ്ചു പൊടിഞ്ഞിരുന്നു. അമ്മയ്ക്കരികിലേക്ക് ഓടിയെത്താൻ മാത്രമായിരുന്നു പിന്നീട് ആ ഹൃദയം കൊതിച്ചിരുന്നത്. ലോകത്തെവിടെയാണെങ്കിലും അമ്മയെ വിളിച്ച് സുഖവിവരങ്ങൾ തിരക്കും. എവിടെയെങ്കിലും പോയി വന്നാൽ ഓടി അമ്മയ്ക്കരികിലേക്കെത്തി വിശേഷങ്ങളെല്ലാം പങ്കുവെക്കും. ഒരു കുഞ്ഞു കമ്പുകൊണ്ട് പോലും മകനെ നോവിച്ചിട്ടില്ലാത്ത ശാന്തകുമാരി അമ്മയ്ക്ക് ലാലു എന്നാൽ കുറുമ്പുകളൊന്നുമില്ലാത്ത നല്ലൊരു കുട്ടിയായിരുന്നു. കോളേജിൽ കാണിച്ചിരുന്ന വികൃതികൾ പിന്നീടറിയുമ്പോൾ ആ അമ്മ വിശ്വസിക്കുവാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല. എൻ്റെ ലാലു അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന ഉറച്ച വിശ്വാസമായിരുന്നു ആ അമ്മയ്ക്ക്. മാത്രമല്ല, മകൻ്റെ ശരീരം നോവുന്നതും ആ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. മകൻ്റെ ഇടിപ്പടങ്ങളും മകൻ വില്ലനായി എത്തുന്ന ചിത്രങ്ങളുമെല്ലാം കാണാൻ പോലും ഇഷ്ടമായിരുന്നില്ല അമ്മയ്ക്ക്. അത്രയേറെയായിരുന്നു ഈ അമ്മയും മകനും തമ്മിലുള്ള സ്നേഹം. മകനോട് മാത്രമല്ല, പരിചയപ്പെടുന്ന എല്ലാവരോടും സൗമ്യമായി സ്നേഹത്തോടെ സംസാരിച്ചിരുന്ന അമ്മയുടെ അതേ സ്വഭാവമാണ് ലാലേട്ടനും കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഹൃദയം നിറയെ സ്നേഹം മാത്രമുള്ള ലാലേട്ടൻ്റെ സ്ത്രീരൂപം. അതിൽ ഒരു അമ്മ ഹൃദയം കൂടി ചേരുമ്പോൾ എത്ര മാധുര്യമായിരിക്കും ആ സ്നേഹത്തിനെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ സ്നേഹം ആസ്വദിച്ചും അനുഭവിച്ചും കൊതി തീരും മുന്നെയാണ് അമ്മയ്ക്ക് വയ്യാതായത്. പിന്നീട് എന്തിനും ഏതിനും എപ്പോഴും ലാലേട്ടൻ ഒപ്പമുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കോവിഡ് കാലം അമ്മയ്ക്കരികിലെ സ്വർഗനാളുകൾ തന്നെയായിരുന്നു ലാലേട്ടനെ സമ്മാനിച്ചത്. പിന്നീട് ഷൂട്ടിംഗ് കഴിഞ്ഞ് വണ്ടിയിൽ കയറിയാൽ ലാലേട്ടൻ ഫോണെടുത്ത് ആദ്യം വിളിക്കുക അമ്മയെയാണ്. അമ്മയോട് സംസാരിച്ചതിന് ശേഷം സുചിത്രയെ വിളിക്കും. അമ്മയുടെ അസുഖത്തിൻ്റെ ആദ്യകാലത്ത് അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ലാലേട്ടനായിരുന്നു അമ്മയ്ക്ക് കൂട്ടിരുന്നത്. ഹോസ്പിറ്റലിൽ തന്നെയാണ് അദ്ദേഹം താമസിച്ചതും. ആശീർവാദിൻ്റെ ഒരു സിനിമ നടക്കുന്ന സമയമായിരുന്നു അത്. ഹോസ്പിറ്റലിൽ നിന്നാണ് അദ്ദേഹം ഷൂട്ടിങ്ങിന് വന്നിരുന്നതും തിരികെ ആശുപത്രിയിലേക്കാണ് പോയിരുന്നതുമെല്ലാം. ശരിക്കും ഒരു വീടെന്ന സാഹചര്യമായിരുന്നു അവിടെ ഒരുക്കിയത്. അമ്മയ്ക്ക് സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളപ്പോഴൊക്കെ അമ്മയെ നോക്കുന്ന ചേച്ചിയെ വിളിച്ച് അമ്മയുടെ കാതിൽ ഫോൺ വെച്ചു കൊടുക്കാൻ പറയും. എന്നിട്ട് ലാലേട്ടൻ സംസാരിക്കും. സുചിത്ര അമ്മയുടെ അടുത്തില്ലാത്തപ്പോൾ ലാലേട്ടൻ സുചിത്രയെ വിളിച്ചാൽ ആദ്യം ചോദിക്കുക അമ്മയെ വിളിച്ചോ സംസാരിച്ചോ എന്നാണ്. ഒരു സാധാരണ അമ്മ മകൻ ബന്ധമായിരുന്നില്ല അത്. അതിലും ദിവ്യത്വമുള്ള എന്തോ ഒന്നായിരുന്നു. ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് സമയത്ത് അമ്മയ്ക്ക് വീണ്ടും വയ്യാതായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ലാലേട്ടൻ വളരെയധികം അസ്വസ്ഥനായിരുന്നു. ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും മാറി നിൽക്കാനാകാത്ത സാഹചര്യം. അതുകൊണ്ട് തന്നെ എപ്പോഴും വിവരങ്ങൾ വിളിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കും. ഫോണിൽ ഡോക്ടർമാരുമായി സംസാരിക്കും. ഒഴിവ് കിട്ടുമ്പോഴെല്ലാം തൊടുപുഴയിൽ നിന്ന് എറണാകുളം വരെ പോയി അമ്മയെ കാണും. ലാലേട്ടനെ പോലെ തന്നെ ഒരു മകനായിരുന്നു ആന്റണിക്കും ആ അമ്മ. അതുകൊണ്ട് തന്നെ ആന്റണിക്കും തീരാ ദുഃഖമായിരിക്കും ഈ മരണം. അതേസമയം ലോകം പോറ്റിയ ഒരു മകന് ജന്മം നൽകുവാൻ കഴിഞ്ഞ ഈ അമ്മ മഹാഭാഗ്യവതിയുമാണ്. ആ ഭാഗ്യം മരണത്തിലും അമ്മയെ പിന്തുടരുന്നുണ്ട്. കാരണം ഇന്നലെ മുതൽ ഇന്നു രാവിലെ 10:30 വരെ സ്വർഗവാതിൽ ഏകാദശിയാണ്. ആ അമ്മയുടെ യാത്ര നേരെ സ്വർഗത്തിലേക്കുമായിരിക്കും. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.